ഈ 5 കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിൽ പ്രോഫിറ്റ് കൂടാനുള്ള മാർഗ്ഗം. കസ്റ്റമർ വന്നുകൊണ്ട് മാത്രം പോക്കറ്റിലേക്ക് പൈസ വരില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട്, പക്ഷെ എങ്ങോട്ടോ പോകണം അറിയില്ല. Greenlives Coaching and Training Solution. മാത്രം പോക്കറ്റിലേക്ക് പൈസ വരില്ല. പിന്നെ എന്ത് ചെയ്യണം? ഈ വന്ന കസ്റ്റമർ എന്ത് ചെയ്യണം? വന്ന കസ്റ്റമർ വാങ്ങുന്നതിൻ്റെ അളവ് കൂടണം, നമ്പർ ഓഫ് ടൈംസ് വാങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞു, പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്നെ മേക്ക് എ കസ്റ്റമർ നോട്ട് എ സെയിൽ. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ഈ വാങ്ങിയ കസ്റ്റമർ, നമ്മളടുത്ത് വന്ന കസ്റ്റമർ പല തവണ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യണം? റിപ്പീറ്റ് സെയിൽസ് നടക്കണം. നമ്പർ ഓഫ് ടൈംസ് കൂടണം. നമ്പർ ഓഫ് ടൈംസ് എന്ത് ചെയ്യണം? വാങ്ങുന്നത് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താവും? നമ്മൾ ഇൻകം വർദ്ധിക്കും. നമ്പർ ഓഫ് ടൈംസ് മാത്രം കൂടിയാൽ പോരാ, ഒപ്പം ഒന്നും കൂടി കൂട്ടുകയാണെങ്കിൽ ആവറേജ് വാല്യൂ ട്രാൻസാക്ഷൻ ഉണ്ട്. ഒരു കസ്റ്റമർ 10,000 രൂപക്ക് വാങ്ങിയ കസ്റ്റമർ 2022 20,000 രൂപക്ക് നിങ്ങൾക്ക് വാങ്ങിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ റിപ്പീറ്റ് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളെ ഇൻകം ഡബിളായി. അങ്ങനെ എല്ലാ കസ്റ്റമറും നിങ്ങൾ ഇരട്ടി പൈസക്ക് വാങ്ങിപ്പിക്കാൻ പറ്റിയ എന്തായി? 10,000 രൂപക്ക് വാങ്ങുന്നതൊക്കെ 20,000 രൂപക്ക് വാങ്ങിപ്പിക്കാൻ പറ്റിയ എന്തായി? നമ്മൾ ഇൻകം എന്തായി? മൾട്ടിപ്ലൈ ചെയ്തോ? യെസ് ഓർ നോ? യെസ്. സോ customers into number of times into average value, that is your revenue. ആണോ അല്ലേ? നമുക്ക് സെപ്റ്റംബർ മാസം 100 എൻക്വയറി വന്നു, 20 ആളെ ക്ലോസ് ചെയ്തു. നമ്മുടെ കസ്റ്റമറുടെ എണ്ണം 20. ഈ 20 കസ്റ്റമർ 2 തവണ, കഴിഞ്ഞ മാസം 1 തവണ വാങ്ങിയിട്ടുള്ളൂ, സെപ്റ്റംബറിൽ 2 തവണ വാങ്ങി എന്തായി? ഇൻകം ഡബിളായി. അല്ലെങ്കിൽ എന്ത് ചെയ്തു? ആൾ വാങ്ങി 10,000 രൂപയ്ക്ക് വാങ്ങിയ ആൾ ഓഗസ്റ്റിൽ 10,000 രൂപയ്ക്ക് വാങ്ങിയ ആൾ സെപ്റ്റംബറിൽ 20,000 രൂപയ്ക്ക് വാങ്ങിയാലും ഇൻകം ഡബിളായി. ആണോ അല്ലേ? യെസ്. സോ കസ്റ്റമേഴ്സ് ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് ഇൻറ്റു ആവറേജ് വാല്യൂ, ദാറ്റ് ഈസ് യുവർ റവന്യൂ. ഇനി റവന്യൂ കൂടിയിട്ട് മാത്രം കാര്യമില്ല. ചില കമ്പനിയിൽ റവന്യൂ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇന്നലെ ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു, ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട്, പക്ഷെ എങ്ങോട്ടോ പോകണം അറിയില്ല. പണം അങ്ങനെ വരുന്നുണ്ട്, പക്ഷെ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകമിങ് വരുന്ന പോലെ ഔട്ട് ഗോയിങ്ങും പോകുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല? പണം എന്തില്ല? ബാലൻസ് കിട്ടുന്നില്ല. ബുക്ക് ഓഫ് അക്കൗണ്ടിലൊന്നുമില്ല. കോടികൾ ഈ ബിസിനസ്സിക്ക് വരുന്നുണ്ട്, നല്ല ബിസിനസ്സേ നടത്തുന്നുണ്ട്. 2 പെൺകുട്ടികളാണ്. അവർ ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയാണ്. 10 ലക്ഷം രൂപയുടെ മുകളിൽ ഒരു മാസം ടേൺ ഓവർ നടത്തുന്നുണ്ട്, ഓൺലൈനിൽ മാത്രം. ഏകദേശം പോലെ ഓൺലൈൻ സ്റ്റോറിൽ മാത്രം 2,500 കസ്റ്റമർ എല്ലാ മാസവും വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പണം കിട്ടുന്നില്ല, പണം പോക്കറ്റിലേക്ക് വരുന്നില്ല, അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഒന്നും ബാക്കിയാവുന്നില്ല. അപ്പോൾ ഇൻകം വരുന്നുണ്ട്, പക്ഷെ എന്തില്ല? അപ്പോൾ എന്തില്ല? അവിടെ പല കാരണങ്ങളുണ്ട്. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? റവന്യൂ ഇൻറ്റു മാർജിൻ, ദാറ്റ് ഈസ് യുവർ പ്രോഫിറ്റ്. മാർജിൻ കൂടണം. സോ ദാറ്റ് ഈസ് യുവർ പ്രോഫിറ്റ്. അപ്പോൾ ഈ 5 ലിവേഴ്സ് കൂട്ടുക എന്നുള്ളതാണ് ബിസിനസ്. ഈ 5 ലിവേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യണം? ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ബിസിനസ്. എന്തൊക്കെയാണ് 5 ലിവേഴ്സ്? 1 ലീഡ്സ് കൂട്ടുക, 2 കൺവേർഷൻ കൂട്ടുക, 3 നമ്പർ ഓഫ് ടൈംസ് കൂട്ടുക, 4 ആവറേജ് വാല്യൂ കൂട്ടുക, 5 മാർജിൻ കൂട്ടുക. ഈ 5 കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിൽ പ്രോഫിറ്റ് കൂടാനുള്ള മാർഗം. ആണോ അല്ലേ? യെസ്. എന്തൊക്കെയാണ് 5 ലിവേഴ്സ്? ലീഡ്സ്, കൺവേർഷൻ, നമ്പർ ഓഫ് ടൈംസ്, ആവറേജ് വാല്യൂ ആൻഡ് മാർജിൻ. ഓക്കെ, നമ്മുടെ ടോപ്പിക്ക് സെയിൽസ് ആണ്. അതായത് മാർക്കറ്റിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. മാർക്കറ്റിംഗ് ഇന്ന് രാവിലെ നമ്മൾ സെഷൻ ക്ലാസ് എടുത്താണ്. അതിൻ്റെ മുമ്പും ഏകദേശം 15 മണിക്കൂറോളം നമ്മൾ മാർക്കറ്റിംഗ് മാത്രം ഡിസ്കസ് ചെയ്തതാണ്. സോ പറഞ്ഞു വന്നത്, അത് ലീഡ്സ് കൂടാനുള്ള സ്ട്രാറ്റജി പഠിച്ചു. ഇനി എന്ത് ചെയ്യണം? സെയിൽ കൂടണം. ഞാൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യും. സെയിൽ കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, സൂപ്പർ സെയിൽസ് മാസ്റ്ററി. സെയിൽസ് പ്രൊഫഷൻ ഈസ് ദ 7th ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ ഓഫ് മില്യനെയർ. ലോകത്ത് മൾട്ടി ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ എടുക്കുമ്പോൾ സെയിൽസ് എന്നുള്ള ഫംഗ്ഷൻ 7th ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആണ്. ലോക കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ സെയിൽസ് 7th ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആണ്. ആൻഡ് സെയിൽസ് പ്രൊഫഷണൽസ് ആർ ദ ബെസ്റ്റ് CEOs ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും നല്ല CEOs എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് CEOs എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് CEOs എല്ലാം വരുന്നത് സെയിൽസിൽ നിന്നാണ്. ഒപ്പം എന്താണ്?
25% ഓഫ് ദ CEOs ആർ ഫ്രം സെയിൽസ് പ്രൊഫഷൻ. ഇന്ന് ലോകം ഭരിക്കുന്ന ഫോർച്യൂൺ 500 ഭരിക്കുന്ന കമ്പനീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 25% CEOസും വന്നത് സെയിൽസ് എന്നാണ്. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല പ്രൊഫഷനാണ്. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ഈസ് നത്തിങ് ബട്ട് ദ ട്രാൻസ്ഫർ ഓഫ് എന്തൂസിയാസം ഫ്രം ദ സെല്ലർ ടു ദ ബയർ. സെല്ലിങ്ങിന് പല ഡെഫിനിഷൻസും ഉണ്ട്, പക്ഷേ ദിസ് ഈസ് മൈ ഡെഫിനിഷൻ. സെല്ലിംഗ് ഈസ് നത്തിങ് ബട്ട് ദ ട്രാൻസ്ഫർ ഓഫ് എന്തൂസിയാസം ഫ്രം ദ ബയർ ടു ദ സെല്ലർ. അല്ല, സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, പിന്നെന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് എന്തൂസിയാസം, ഉത്സാഹം കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ്. ആരിൽ നിന്ന് ആരിലേക്ക്? വിൽക്കുന്നവനിൽ നിന്ന് വാങ്ങുന്നവനിലേക്ക്. വിൽക്കുന്നവനിൽ നിന്ന് വാങ്ങുന്നവനിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം? നമുക്ക് ഉത്സാഹം കൈമാറ്റം ചെയ്യാൻ പറ്റണം. Greenlives Coaching and Training Solution.